ദേശീയ ദിനാഘോഷത്തിന്റെ പൊലിമയിലാണ് UAE. ഷാർജ സഫാരി മാളിൽ മീഡിയ വൺ ഒരുക്കിയ ഈശി ബിലാദിയിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ. ചെണ്ടമേളം, ഇമറാത്തി പരമ്പരാഗത നർത്തകർ. UAEക്ക് അഭിവാദ്യമർപ്പിച്ച് മാളിനകത്ത് ദേശീയ ദിന പരേഡ്. ഈദുൽ ഇത്തിഹാദ് എന്ന UAEയുടെ ഐക്യത്തിന്റെ ആഘോഷം മീഡിയ വൺ അങ്ങനെ വർണ്ണാഭമാക്കി. ഏഴ് എമിറേറ്റുകൾ ചേർന്ന് ഒന്നായി ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് അന്നമേകുന്ന UAE എന്ന രാജ്യമായിട്ട് 53 വർഷം പിന്നിടുന്നതിൻ്റെ ആഘോഷമാണിത്. കളറിംഗ് മത്സരം മുതൽ ആസ്വാദകരെ ചുവടുവെപ്പിച്ച മുട്ടിപ്പാട്ട് വരെ നീളുന്നതായിരുന്നു മീഡിയ വൺ ഈശി ബിലാദിയിലെ ആഘോഷ കാഴ്ചകൾ. ഇമറാത്തി വേഷത്തിൽ മൊഞ്ചന്മാരും മൊഞ്ചത്തികളുമായ കുരുന്നുകൾ. റാമ്പിൽ ചിലർ ആത്മവിശ്വാസത്തോടെ ചുവടുവെച്ചു, മറ്റു ചിലർ അവിടെയും പിച്ചവെച്ചു. കുട്ടികൾക്കായി ഇമറാത്തി പരമ്പരാഗത വേഷത്തിൽ ഒരുക്കിയ ഫാഷൻ ഷോ. മീഡിയ വൺ ഈശി ബിലാദി ആഘോഷം കുട്ടികളുടെ ഒരു ഉത്സവം കൂടിയായിരുന്നു. എമിറാത്തി പരമ്പരാഗത വേഷത്തിൽ ഇവിടെ എത്തി ഒരുപാട് കുരുന്നുകൾ എൻ്റെ ചുറ്റുമുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കും വിശേഷം. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? നൈസ്. ഓ, എങ്ങനെയുണ്ടായിരുന്നു? നൈസ്. എന്താ പറയാനല്ലേ? സൂപ്പറായിരുന്നോ? വിധികർത്താക്കളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രകടനമായിരുന്നു കുട്ടികളുടേത്. ഐ തിങ്ക് 100+ കുട്ടികളായിരുന്നു ഇന്നത്തെ ഫാഷൻ ഷോയിൽ പങ്കെടുത്തത്. ഇറ്റ് വാസ് എൻ ഈസി ടാസ്ക് അറ്റ് ഓൾ. കാരണം ഇത്രയും കുട്ടികൾ, വെറുതെ പറയില്ല, എനിക്കൊന്ന് 1-2 കുട്ടികൾ മാത്രമേ ഉള്ളൂ അത്രയും പ്രിപ്പയർഡ് അല്ലാതെ ഫീൽ ചെയ്തത്. ബാക്കി എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. ലൈക്ക് എങ്ങനെ മാർക്ക് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളിവിടെ ഭയങ്കര ഒരു ടഫാണ്. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 100 പേരെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വെരി ടഫാണ്. കാരണം ഓരോരുത്തരും വരുമ്പോൾ അത് അവരുടെ ചിരിയാണെങ്കിലും അവർ അത്ര എക്സൈറ്റ്മെൻറ്റോടെയാണ് അവർ ഓരോ റാമ്പ് വോക്ക് ചെയ്യുന്നത്. അത് കാണുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2-3 പേര് മാത്രമായിരിക്കും മേ ബി ഒത്തിരി പ്രിപ്പയർഡ് അല്ലാതെ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും നല്ല പ്രിപ്പയർഡ് ആയിട്ട് ദേ ആർ എൻജോയിങ് ദെയർ റാമ്പ് വോക്ക്. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വി ആർ വെരി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. 200ഓളം കുട്ടികൾ മാറ്റുരച്ച ഈ മത്സരത്തിൽ പേൾ ഓഫ് എമിറേറ്റ് പട്ടം സ്വന്തമാക്കിയത് ഇവാഞ്ചലിന നിരൺ. ഡൈനബ ദുവ മർജാന 2ാം സ്ഥാനത്തെത്തി. മുഷ്റഫ 3ാമതെത്തി. UAE ദേശീയ ഗാനാലാപനത്തിലെ മിടുക്ക് മാറ്റുരച്ച സിംഗിങ് വിത്ത് പ്രൈഡ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് ഐറിൻ ബിനുവും സംഘവുമായിരുന്നു. 2000 ദർഹമാണ് ഇതിൻ്റെ 1ാം സമ്മാനം. ഐഷ അനസ് മുഹമ്മദ് ടീം 2ാം സ്ഥാനം സ്വന്തമാക്കി. ഡ്രോയിങ് മത്സരത്തിൽ രത്തൻ രാമകൃഷ്ണനും ജാനിഷ് ഷിലീബും ഫിദ ഫാത്തിമയും 1, 2, 3 സ്ഥാനങ്ങൾ നേടി. കളറിംഗ് മത്സരത്തിൽ ആരവ് കൃഷ്ണയ്ക്കായിരുന്നു 1ാം സമ്മാനം. വെങ്കിട്ട ശ്രീവല്ലി 2ാം സ്ഥാനവും എസ്തർ ആൻലി ജോൺ 3ാം സമ്മാനവും നേടി. മുതിർന്നവർക്കായി നടത്തിയ ഹെന്ന മത്സരത്തിൽ സമീഹ 1ാമതെത്തി. ഷാമിലി ജംഷീർ, ഷംസിയ KP എന്നിവർ 2, 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. പ്രൗഢമായ പൊതുസമ്മേളനം റാസൽ ഹൈമ മറൈൻ അതോറിറ്റി ചെയർമാൻ മേജർ ആരിഫ് ഇബ്രാഹിം അൽ ഹറൻകി ഉദ്ഘാടനം ചെയ്തു. റാസൽ ഹൈമയിൽ വള്ളം കളിയെത്തിച്ച UAE പൗരനാണ് ഇദ്ദേഹം. ചടങ്ങിൽ UAEയുടെ കരാട്ടെ താരമായ മലയാളി എയ്ഡൻ ജെയിംസ് റെയ്ജോ, അറബിയിൽ ആൽബം പുറത്തിറക്കിയ കുഞ്ഞു ഗായകൻ മുഹമ്മദ് അബ്ബാസ്, ദേശീയ ദിനത്തിൽ കാർ അലങ്കരിച്ച് ശ്രദ്ധേയനാകുന്ന കോഴിക്കോട് സ്വദേശി ഷഫീഖ് അബ്ദുറഹ്മാൻ എന്നിവരെ ആദരിച്ചു. കലാപ്രകടനങ്ങളുമായി ചിത്രകലാരംഗത്ത് പ്രശസ്തരായ സിജിൻ ഗോപിനാഥനും
ഇസുദ്ദീനും വേദി കീഴടക്കി. അടിപൊളിയായിരുന്നു. UAE ഇങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷമാണ് എന്താ പരിപാടിയൊക്കെ. അടിപൊളി, കുട്ടികളൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. വളരെ ഫസ്റ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഒരു ഫാഷൻ ഷോ സ്റ്റേജിൽ. ഇറ്റ്സ് വെരി നൈസ്. എല്ലാവരും ഈ നാഷണൽ ഡേൻ്റെ കോസ്റ്റ്യൂമായിട്ട് കാണാൻ കൂടെ കുറച്ചുകൂടെ പ്രത്യേക ഭംഗിയായിരുന്നു. ഈ ഓർണമെന്റ്സും അതും ഇതെല്ലാം നമ്മുടെ കൾച്ചറിനെ കാണിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു കാണാൻ. നല്ല പരിപാടിയായിരുന്നു. രാത്രി ഏറെ വൈകുമ്പോഴും ആസ്വാദകരെ പിടിച്ചിരുത്തി അബുദാബിയിലെ മെഹഫിൽ സംഘം ഒരുക്കിയ മുട്ടിപ്പാട്ട് സംഘം പാട്ട് തുടർന്നു. ദേശീയ ദിനത്തിൽ UAEക്ക് അഭിവാദ്യമർപ്പിച്ച് അറബിയിൽ ആൽബം പുറത്തിറക്കി സംഗീത ആസ്വാദകരെ ഞെട്ടിച്ച ഒരു 5 വയസ്സുകാരനെ പരിചയപ്പെടാം. മുഹമ്മദ് അബ്ബാസ്. كلنا يوم وطننا فرحنا دوما شوقنا كلنا يوم وطننا. 2.5 വയസ്സ് മുതൽ തന്നെ മുഹമ്മദ് അബ്ബാസ് ഗാനാലാപനത്തിലെ കഴിവ് തെളിയിച്ചതാണ്. ഇംഗ്ലീഷ്, അറബി, കന്നഡ, മലയാളം, ഉറുദു എന്നീ ഭാഷകളിലായി 14ഓളം പാട്ടുകൾ ഈ പ്രായത്തിനിടയിൽ തന്നെ മുഹമ്മദ് അബ്ബാസ് പാടി പുറത്തിറക്കി കഴിഞ്ഞു. മാപ്പിളപ്പാട്ട് ഗാനരചയിതാവായ മുഹമ്മദ് അലി പാടുന്നത് കേട്ടുപാടിയായിരുന്നു തുടക്കം. കാസർഗോഡ് കർണാടക അതിർത്തിയിലെ കന്യാന സ്വദേശികളാണ് മുഹമ്മദ് അബ്ബാസും കുടുംബവും. മലയാളത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് പാടിയതിലേറെയും മലയാളം. ഏത് ഭാഷയിലുള്ള പാട്ടും കാണാതെ പഠിച്ചെടുത്ത് പാടാനുള്ള മുഹമ്മദിന്റെ കഴിവും ഏറെ വ്യത്യസ്തമാണ്. കഴിഞ്ഞ 22 വർഷമായി ബർദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുകയാണ് മുഹമ്മദിന്റെ പിതാവ്. إذا الاتحاد